നമസ്കാരം. നമ്മളോടൊപ്പം മുസ്ലിം ലീഗ് നേതാവ് ശ്രീ MK മുനീർ ചേരുകയാണ്. സർ നമസ്കാരം. നമസ്കാരം. ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിലാണെങ്കിലും ആളുകളാണെങ്കിലും സാറിനെ കുറിച്ചും അതോടൊപ്പം തന്നെ CH കുറിച്ചൊക്കെ അഭിമാനത്തോടു കൂടി മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരും അത് മുസ്ലിം ലീഗിൻ്റെ മാത്രമല്ല അല്ലാത്ത ആളുകളൊക്കെ പറയുന്ന ഒരു സംഭവം 30 വർഷം MLAയും 2 തവണ മന്ത്രിയൊക്കെ ആയ ശ്രീ MK മുനീർ അദ്ദേഹം പാർലമെൻ്ററി പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കുന്നൊരു സമയത്താണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു ബുദ്ധിമുട്ടിനെക്കുറിച്ച് നാടറിയുന്നത്. ഒരുപക്ഷെ പല ആളുകളും അവരുടെ പാർലമെൻ്ററി ജീവിതം അവസാനിപ്പിക്കുമ്പോൾ പല ആക്ഷേപങ്ങളും കേൾക്കാറുണ്ട്. പക്ഷേ ഇവിടെ പതറി നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു വ്യക്തിപരമായ പ്രതിസന്ധി പോലും പാർട്ടിയെ അറിയിക്കാതെ മുന്നോട്ട് പോയ MK മുനീറിനെ കുറിച്ച് CHൻ്റെ മകനല്ലേ MK മുനീർ, ഇതല്ലാതെ എന്താണ് സംഭവിക്കുക എന്നാണ് എല്ലാവരും പറയുന്നത്. അത് എൻ്റെ പിതാവിൽ നിന്ന് ഞാൻ പഠിച്ച പാഠം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സമ്പത്തിനേക്കാൾ വലുത് ബന്ധങ്ങളാണ്. അപ്പം അദ്ദേഹം എപ്പോഴും കാത്തു സൂക്ഷിച്ചിട്ടുള്ളത് ബന്ധങ്ങളാണ്. പാർട്ടി അണികളുമായുള്ള ബന്ധം, പാർട്ടി നേതൃത്വവുമായുള്ള ബന്ധം, മറ്റ് വിഭാഗങ്ങളും മറ്റ് മതസ്ഥരും പൊതുസമൂഹവും ഒക്കെ ആയിട്ടുള്ള ബന്ധങ്ങളാണ് അദ്ദേഹം ഏറ്റവും അധികം കാത്തു സൂക്ഷിച്ചത്. അതിനിടയിൽ സാമ്പത്തികം എന്നുള്ള കാര്യം ശ്രദ്ധിക്കാൻ അദ്ദേഹത്തിനും കഴിഞ്ഞിട്ടില്ല. നമ്മൾ പഠിച്ചു വരുന്ന ആ ഒരു സ്കൂളിൽ നിന്നല്ലേ, അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് പ്രവർത്തിക്കാൻ പറ്റില്ലല്ലോ. അദ്ദേഹം തെളിയിച്ചു തന്നൊരു കാര്യവും അതാണ്. ഇന്നും അദ്ദേഹം ഓർക്കപ്പെടുന്നുണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ സോഷ്യൽ മീഡിയകളിൽ അദ്ദേഹം ഓർക്കപ്പെടുന്നു എന്ന് പറയാനുള്ള കാരണം എന്താണ്? അദ്ദേഹം ഒരു വലിയ സമ്പന്നനായിരുന്നത് കൊണ്ടല്ല, ടാറ്റയും ബിർളയും ആയതുകൊണ്ടല്ലല്ലോ. അദ്ദേഹം ഒരു സാധാ അത്തോളിയിലെ വളരെ ചെറിയൊരു കുടുംബത്തിൽ നിന്ന് വന്നിട്ടാണ് ഈ പാർട്ടിയുടെ എല്ലാമായി മാറിയത്. അത് ഈ പറഞ്ഞിട്ടുള്ള അണികളുമായും ജനകീയമായി അവരോടൊപ്പം നടന്ന്, അവരോടൊപ്പം ഭക്ഷണം കഴിച്ച്, അവരോടൊപ്പം ഉണ്ട് ഉറങ്ങി ഒക്കെ ഇങ്ങനെ ജീവിതം നയിച്ചതുകൊണ്ടാണ്. അപ്പം ഞാനും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും കിട്ടിയിട്ടുള്ള പാഠം സമ്പത്തല്ല, അതിനേക്കാൾ വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ബന്ധങ്ങൾക്കും സൗഹൃദങ്ങൾക്കും നേതൃത്വത്തോടുള്ള അങ്ങേയറ്റത്തെ അഭിവാഞ്ച ഉണ്ടാവുക എന്നുള്ളതാണ്. അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ശ്രദ്ധിച്ചു. സാമ്പത്തികം ഞാനും ശ്രദ്ധിച്ചിട്ടില്ല. അതിന് ബേബി ജോണിൻ്റെ ഓർമ്മക്കുറിപ്പിൽ പറയുന്നത് പോലെ മുഖ്യമന്ത്രി പദവി ഒഴിഞ്ഞതിന് ശേഷം CH വീട്ടിലേക്ക് പോകാൻ ടാക്സി കൂലി ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്ന അപ്പോഴും CH പറഞ്ഞിട്ടില്ല എന്താണ് സംഭവം എന്ന്. ബേബി ജോണാണ് ചോദിക്കുന്നത് എന്താണ് ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ച് ആ വണ്ടിക്കൂലി മേടിച്ച് അദ്ദേഹം കോഴിക്കോട്ടേക്ക് വരുന്നത്. അപ്പം അപ്പോഴും ഈ വാപ്പിയെ ഇതേപോലെ ആരോടും തൻ്റെ പ്രശ്നങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം മരിക്കുന്ന സമയത്തും ഈ വീട് ഇതേപോലെ ജപ്തി നടപടികൾക്കായി നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം പോകുന്നത്. അതിന് ശേഷമാണ് മാതൃഭൂമിയിലോ മറ്റോ അന്ന് ഒരു വാർത്തയായിട്ട് വന്നു. അപ്പോഴാണ് സമൂഹം അറിയുന്നത്, പാർട്ടി അറിയുന്നത്. അന്നും പിന്നെ പാർട്ടി തന്നെയാണ് അത് ഇടപെട്ട് പരിഹരിച്ചത്. അപ്പം അങ്ങനെ അത്തരം വ്യക്തിപരമായ കാര്യങ്ങളൊന്നും സാമ്പത്തികവുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം ആരോടും പറയാറില്ല. അത് തന്നെയാണ് ഞാനും എൻ്റെ ജീവിതത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ വ്യക്തിപരമായ വിഷയമാണല്ലോ. ഇത് എന്താ സംഭവിച്ചത് ശരിക്കും? നമ്മൾ വീടിൻ്റെ അത് ഈ വീട് ആയിരുന്നു എൻ്റെ പിതാവ് താമസിച്ച വീടാണ്. അപ്പം ഞാനവിടെ വേറൊരു കൊച്ചു വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്, ജാഫർ ഖാൻ കോളനിയിൽ. അതൊരു 7 സെൻറ്റ് സ്ഥലത്ത് അന്ന് MLA ലോൺ ഉപയോഗിച്ചുകൊണ്ടാണ് ആ വീട് ഉണ്ടാക്കിയത്. അപ്പോഴാണ് പിന്നെ ഈ വീട്ടിലേക്ക് വരാൻ എൻ്റെ സിസ്റ്റേഴ്സും എല്ലാം കൂടെ ഈ വീട്ടിൽ നീ താമസിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ അപ്പോഴേക്കും ഇത് വല്ലാത്തൊരവസ്ഥയിൽ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് നന്നാക്കാം എന്നുള്ള രീതിയിൽ എടുത്തിട്ടുള്ള ഒരു ലോണാണത്. അല്ലാതെ നമുക്ക് വേറെ സാമ്പത്തിക സ്രോതസ്സൊന്നും ഇല്ലല്ലോ. ആ ലോണ് എടുത്തതിൻ്റെ പകുതി ഞാൻ ആ വീട് വിറ്റിട്ട് അത് കടം വീട്ടാൻ വേണ്ടി വിറ്റതാണ്. വിറ്റ് അതിൽ പകുതി വീട്ടി. പക്ഷേ എന്തോ സംഭവിച്ചു, ബാക്കി പകുതി വീട്ടാൻ പറ്റാതെ നിൽക്കുകയാണ്.
അതിങ്ങനെ പിന്നെ സമയം കുറേ സമയം മുമ്പ് എടുത്തതാണത്, ഇങ്ങനെ നീട്ടി. അപ്പം ബാങ്ക് പരമാവധി സമയം തന്നിട്ടുണ്ട് കേട്ടോ, അങ്ങനെയൊന്നും ഞാൻ കുറ്റപ്പെടുത്തില്ല. പക്ഷെ അവർക്കും അവസാനം അത് ഈടാക്കണമല്ലോ. അപ്പോൾ ഈടാക്കണമെങ്കിൽ നമ്മൾ ഈട് വെച്ചിട്ടുണ്ട്. ഈട് നിന്നും ആ പണം അവർക്ക് എടുക്കാൻ പറ്റുമോ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പിന്നെ വൺ ടൈം സെറ്റിൽമെൻറ്റിന് ശ്രമിച്ചു. അപ്പോൾ വൺ ടൈം സെറ്റിൽമെൻറ്റിൽ 56 മറ്റുള്ളത് 49 ആക്കി അവർ തന്നു. പക്ഷെ അതും അടക്കാൻ പറ്റുന്നില്ല. നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് എവിടുന്നെങ്കിലുമൊക്കെ ഞാൻ നടത്തുന്ന ഒരു പബ്ലിഷിംഗ് ഹൗസുണ്ട്, ഹോസ്പിറ്റലുണ്ട്, നമുക്ക് എന്തെങ്കിലും വരുമാനമൊക്കെ വരും എന്ന് നമ്മൾ ഒന്നിങ്ങനെ ചിന്തിക്കുമല്ലോ. പക്ഷെ അതൊന്നും നടന്നില്ല. അപ്പോൾ പിന്നെ അത് RRലേക്ക് പോയി. RR പിന്നെ അവർ ശരിക്കും എനിക്ക് RR പോലും നീട്ടിയത് ഞാൻ ആ സമയത്ത് ആശുപത്രിയിലൊക്കെ ആയതുകൊണ്ടായിരിക്കാം, ഒരു മാനുഷിക പരിഗണന തന്നുകൊണ്ട്. പക്ഷേ ഇനിയിപ്പം മാർച്ച് 31 കഴിഞ്ഞാൽ അവർക്ക് പിന്നെ നിർവാഹമില്ല. അപ്പോൾ പിന്നെ അവർ RR നോട്ടീസ് തന്നു 31-ന്. അതും പക്ഷേ ഞാൻ ആരോടും പറഞ്ഞില്ല. ഞാനെപ്പോഴും നമ്മളുടെ സൗഹൃദങ്ങളിലൊക്കെ ആരോടെങ്കിലും ഇതേപോലെ വ്യക്തിപരമായ കടം ചോദിച്ച് നിൽക്കാമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ അതിനിടയിൽ ഇലക്ഷൻ വന്നപ്പോൾ ഇലക്ഷൻ്റെ തിരക്കായി. പിന്നെ ഞാൻ പ്രചരണത്തിന് പോകേണ്ടതുണ്ട്. ഇതൊക്കെ വരുന്നതിനിടയിൽ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് പോയി അന്വേഷിക്കാൻ മറ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലീഗലി പോവുകയാണോ എന്തോ ഭയപ്പെട്ടുകൊണ്ടായിരിക്കാം അവർ. പിന്നെ ചാനലിൽ വന്നപ്പോൾ പിന്നെ എല്ലാവരും അറിഞ്ഞപ്പോഴാണ് നമ്മൾക്ക് കൂടുതൽ പ്രശ്നമാകുന്നത്. അപ്പോൾ നമ്മളിതുവരെ മറച്ചു വെച്ചൊരു സാധനമാണല്ലോ, അത് പെട്ടെന്ന് പുറത്തേക്ക് വരുമ്പോൾ അത് എങ്ങനെ ജനങ്ങളെ അഭിമുഖീകരിക്കും എന്നുള്ളൊരു പ്രശ്നമാണ്. പക്ഷേ എനിക്ക് ഉണ്ടായ അനുഭവം നേരെ മറിച്ചാണ്. ആളുകൾ അതിനെ നല്ല രീതിയിലാണ് കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ്. ബാധ്യത എന്ന് പറയുന്നതിന് അവർ അതിൻ്റെ നല്ല വശമായിട്ടാണ് കണ്ടിട്ടുള്ളത്. കാരണം നമ്മൾ ഇത്രയും പൊതുപ്രവർത്തനത്തിലുണ്ടായിട്ട് 30 വർഷം ഞാൻ നിയമസഭാ സാമാജികനായിട്ടുണ്ട്, 2 തവണ മന്ത്രിയായിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിച്ച കാര്യം അതാണ്. നമ്മൾ അതിനെയൊന്നും ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കരുത് എന്നുള്ളത് എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചു തന്ന പാഠാണ്. അദ്ദേഹം എത്ര കാലം MLA ആയിരുന്നു, ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നിഷ്പ്രയാസം തീർക്കാവുന്നതല്ലേ. അതാണ് എല്ലാവരും അത്ഭുതത്തോടു കൂടി നിൽക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പം അങ്ങ് പറഞ്ഞപ്പം ഈ ചില ആളുകൾ അങ്ങ് വീണ്ടും മത്സരിക്കുന്നു എന്നൊക്കെ ചില സൂചികളൊക്കെ വന്ന സമയത്ത് അങ്ങയെ വിമർശിച്ചവർ പോലും, അതായത് അദ്ദേഹം മാറി നിൽക്കണമെന്ന് പറഞ്ഞവർ പോലും അങ്ങ് ശ്രദ്ധിച്ചോന്നറിയില്ല, അതിന് ക്ഷമ പറഞ്ഞിട്ട്, അതായത് ഞങ്ങൾ അങ്ങനെ പറഞ്ഞതിൽ ക്ഷമ ചോദിക്കുന്നു, മുനീർ സാഹിബിന് ഇങ്ങനെ ഒരു പ്രശ്നം നേരിട്ടിരുന്നു എന്ന് പറഞ്ഞ് കണ്ണ് നിറഞ്ഞ് എഴുതിയ ആളുകളുടെ ഒക്കെ കുറിപ്പുകളൊക്കെ വായിച്ചു. വളരെ ഇതാണ്, ഇപ്പോൾ വൈകാരികമായിട്ടുള്ള കുറിപ്പുകളൊക്കെയാണ് വായിച്ചിട്ടുള്ളത്. പാർട്ടിയുടെ ഒരു പ്രതികരണം എന്തായിരുന്നു? പാർട്ടി അറിഞ്ഞിട്ടില്ല. പാർട്ടിയെ അതിൽ ഒരു കാരണത്താലും കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം പാർട്ടി അറിയാത്തൊരു കാര്യം, പാർട്ടി പോയിട്ട് എൻ്റെ സ്വന്തം സുഹൃത്തുക്കൾക്ക് പോലും അറിയില്ല. ഇപ്പം നമ്മൾ VM കൂടെ വന്നു പോയി, ആയിട്ട് ഞാൻ എല്ലാം പങ്കുവെക്കുന്ന ആളാണ്. അതേപോലെ തന്നെ എൻ്റെ ഏറ്റവും അടുത്ത എൻ്റെ കൂടെ പഠിച്ച സുഹൃത്തുക്കൾ, കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി അടക്കം ആയിരുന്ന ഡോക്ടർ വേണുവൊക്കെ എൻ്റെ ക്ലാസ്മേറ്റ്സാണ്. ഒരു മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്നേ ഉള്ളൂ അവരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അവരോടൊന്നും പറഞ്ഞിട്ടില്ല. കാരണം അവർ വരുമ്പോൾ ഞാൻ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളും വേദനകളും പറയും. അത് സന്തോഷിക്കാൻ വരുന്നതാണല്ലോ അവർ. പഴയ കാലങ്ങളൊക്കെ ഓർത്ത് പിന്നെ പഴയ കഥകളൊക്കെ പറഞ്ഞിങ്ങനെ സന്തോഷിക്കാൻ വരുന്നവരെ പിന്നെ നമ്മളുടെ വേദനയിലേക്ക് വലിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് അവരോട്. അപ്പോൾ പിന്നെ പാർട്ടിയോട് തീരെ പറഞ്ഞിട്ടില്ല. പക്ഷെ പാർട്ടി അറിഞ്ഞപ്പോൾ അവർക്ക് വല്ല വിഷമമായി. കാരണം നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ വ്യക്തിപരമായി ഞാൻ എടുക്കുന്ന ഒരു കടം, അത് പാർട്ടിയോട് ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ പിതാവും അങ്ങനെ തന്നെ ആയിരുന്നു. അദ്ദേഹം
അദ്ദേഹത്തിന് സ്വന്തമായൊരു കാറ് പോലും എത്രയോ കാലങ്ങൾക്ക് ശേഷം ആണ് ഞങ്ങളൊരു കാറ് വാങ്ങുന്നത്. അതുവരെയൊന്നും സ്വന്തം കാറ് പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെയൊന്നും ഒരു ലക്ഷൂറിയസ് ലൈഫ് എന്ന് പറയുന്നത് ഞങ്ങളൊന്നും ആഗ്രഹിച്ചിട്ടില്ല. സാദിഖലി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയൊക്കെ വിളിച്ചിരുന്നു. ഇപ്പം എന്താണ് അവർ പാർട്ടി എന്താ പറഞ്ഞിട്ടുള്ളത്? പാർട്ടി പറഞ്ഞു, നീ അതിൽ പ്രയാസപ്പെടുകയും വേണ്ട, നീ അതിനെപ്പറ്റി ആലോചിക്കേണ്ട എന്നാണ് പറഞ്ഞത്. അത് ഞങ്ങൾക്ക് വിട്ടേക്കൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറയുമ്പോൾ നമ്മളത് ധിക്കരിക്കാൻ പറ്റില്ല. അപ്പം പാർട്ടി അതിന് പരിഹാരം കാണുന്നുണ്ടാകും. അതുകൊണ്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞത്. ഞാൻ അങ്ങയുടെ ഓർമ്മക്കുറിപ്പ് വായിച്ചിട്ടുണ്ട്. ഒരു പുസ്തക പരമ്പരയുണ്ടായിരുന്നല്ലോ, ഓർമ്മക്കുറിപ്പുകൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്ത് അങ്ങ് എഴുതിയിട്ടുണ്ട്, ഒരിക്കൽ പോലും CHൻ്റെ മകൻ ഒരു തരത്തിലുള്ള സമ്പന്നതയിലും അല്ല ജീവിച്ചതും ആഗ്രഹിച്ചതും. അതിനകത്ത് ഒരു ഷർട്ട് വേണ്ടി കാത്തു നിൽക്കുന്ന, കല്യാണത്തിന് പോകാൻ വേണ്ടി ഷർട്ടിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു മകനെ കുറിച്ച് സത്യം പറഞ്ഞാൽ ആ ഭാഗം വായിച്ചിട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു. ഞാനത് അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. കാരണം എത്ര വലിയ മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു മകനാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നെങ്കിൽ. അപ്പോൾ അദ്ദേഹം ഇപ്പം CH നേരത്തെ പറഞ്ഞ പോലെ CH ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഈ കോഴിക്കോടങ്കാടി മുഴുവൻ വാങ്ങാം അന്നിരുന്നെങ്കിൽ. അപ്പോൾ അത് തന്നെയാണ് ഇത് പിന്നെ അന്ന് അത് എനിക്ക് തോന്നുന്നു അത് ശിക്ഷണം കൂടിയായിരുന്നു എന്നുള്ളത്. കാരണം എങ്ങനെയാണ് ഏറ്റവും അങ്ങേ അറ്റത്തെ ജീവിതം, ദാരിദ്ര്യത്തിൻ്റെ അങ്ങേ അറ്റത്തുള്ള ജീവിതത്തെ സാധാരണക്കാരെങ്ങനെയായിരിക്കും അഭിമുഖീകരിക്കുന്നുണ്ടാവുക എന്നുള്ളതിൻ്റെ ഒരു ശിക്ഷണമായിരിക്കണം. കാരണം അതുകൊണ്ടാണ് വസ്ത്രങ്ങളിൽ മോടി ഉണ്ടാവുക എന്നൊന്നും. എനിക്ക് യൂണിഫോം പോലും 2 സെറ്റോ മറ്റോ ഉണ്ടായിട്ടുള്ളത്. വാപ്പ തന്നെ 3-4 ഷർട്ടിലാണ് കഴിഞ്ഞത്. അതിൻ്റെ കുടുക്ക് പോകും, അത് പിന്നെ കുടുക്ക് വെച്ച് ഉമ്മയാണ് കുടുക്ക് വെച്ച് കൊടുക്കുക. അങ്ങനെ ചില സമയത്ത് ഒരു കല്യാണത്തിനൊക്കെ പോകണമെങ്കിൽ ഒരു നല്ല വസ്ത്രം ഉണ്ടാവില്ല. അപ്പോൾ അയൽപ്പക്കത്തു നിന്നൊക്കെ കടം വാങ്ങിയിട്ടൊക്കെയാണ് അണിയിച്ച് കൊണ്ടുപോവുക. അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് പിന്നെ ഉണ്ടായ ഒരു അനുഭവമാണ് ഞാൻ പങ്കുവെച്ചത്. അപ്പോൾ എത്ര ഉമ്മ വേദനിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിന്നെ ഞാനൊരു നല്ല വസ്ത്രം ധരിച്ച് പോകണമെന്ന് അവർക്ക് ആഗ്രഹമില്ലല്ലോ. അപ്പോൾ അവർ ഏറ്റവും പഴയൊരു ഡ്രസ്സ് എടുത്ത് കൊടുത്തു എന്നുള്ളതാണ് ഉമ്മയെ വേദനിപ്പിച്ചത്. പക്ഷേ അതിട്ടാണ് നമ്മളന്ന് പോയത്. അപ്പം അങ്ങനെയാണ് നമ്മൾ പിന്നെ കുട്ടിക്കാലം എന്ന് പറയുന്നത് ശരിക്കും ധാരാളം അനുഭവങ്ങളുള്ള ഒരു കുട്ടിക്കാലമാണ്. ക്ലിഫ് ഹൗസിൽ നിന്നും അല്ലെങ്കിൽ ഔദ്യോഗിക വസതിയിൽ നിന്നും രാജിവെച്ച് കഴിഞ്ഞാൽ ആ നിമിഷം അവിടെ നിന്ന് ഇറങ്ങും. വേണമെങ്കിൽ അവിടെ നിന്നും മാറണമെങ്കിൽ ഒരാഴ്ചയോ 2 ആഴ്ചയൊക്കെ എടുക്കാം. പക്ഷേ അന്നിറങ്ങും. എന്നിട്ട് ഞങ്ങൾ ചെല്ലഭവൻ എന്ന് പറയുന്ന തിരുവനന്തപുരത്ത് ഒരു വീട്ടിലേക്കാണ് മാറിയത്. ചെല്ലഭവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ വീട്, കുഞ്ഞു വീടാണ്. കുഞ്ഞു വീട്, ഒരു 2 റൂം, ഉമ്മയും ബാപ്പയും റൂമിൽ, ഞങ്ങൾ കുട്ടികളുടെ റൂമിൽ. അത്രയും കുഞ്ഞു വീട്ടിലേക്ക്. അപ്പോൾ ക്ലിഫ് ഹൗസ് എന്ന് പറയുന്ന മണിവാണികയിൽ നിന്നും ഒറ്റ ദിവസം കൊണ്ട് ചെല്ലഭവൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞു വീട്ടിലേക്ക് മാറി താമസിക്കുന്നതിലൊന്നും വാപ്പ അല്പം പോലും ആലോചിക്കേണ്ടി വന്നിട്ടില്ല. ഇവിടെ വന്നപ്പോൾ ഇവിടെ ഈ വീട് അന്ന് നാട്ടിൽ ആർക്കെങ്കിലും താമസിക്കാൻ കൊടുക്കും. അപ്പം നമ്മൾ രാജിവെച്ച് നേരെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നിന്നുള്ള ആൾക്ക് പെട്ടെന്ന് മാറാൻ കഴിയില്ലല്ലോ. അപ്പം ഞങ്ങളിവിടെ തൊട്ടടുത്ത് സൂറ ഗാർഡൻ എന്ന് പറഞ്ഞൊരു വീടുണ്ട്. അത് ഇതിനേക്കാളും ചെറിയ വീടാണ്. ആ വീട്ടിലാണ് ഞങ്ങൾ ഇവർക്ക് മാറാൻ ഉള്ള സമയം കൊടുക്കുന്നത് വരെ താമസിച്ചതും സ്കൂളിൽ പോയതും. അങ്ങോട്ടൊന്നും വണ്ടി പോയില്ല, നടന്നിട്ട് ഒരു ഇടവഴിയിലൂടെ നടന്നിട്ടാണ് വാപ്പയും ഞങ്ങളെ കൈപിടിച്ചിട്ട് അവിടെ വരെ നടന്നു പോകണം. ഇതും ഇടവഴിയായിരുന്നു, അടുത്താണ് റോഡായത്. അപ്പോൾ ഇതും കാറിലാണ് ആരെങ്കിലും കൊണ്ട് വിടുന്നതെങ്കിൽ രാത്രി പാതിരക്കൊക്കെ ആയിരിക്കും വാപ്പ യോഗം കഴിഞ്ഞ് വരുന്നത്. ഈ ഇടയിലൂടെ നടന്നിട്ടാണ് വരാം. ചുവന്ന നിറമായിട്ടുണ്ടാകും, കാരണം ഇങ്ങനെ അന്ന് മൺപാതകളാണ്. അതിലൂടെ യാത്ര ചെയ്യുമ്പോൾ പൊടി ഇങ്ങനെ അപ്പോൾ വെള്ള ഷർട്ടുമായിട്ട് പോകുന്നു, ചുവന്ന് പിന്നെ
മണ്ണിൽ കുളിച്ചിട്ടാണ് വരാറുള്ളത്. അപ്പോൾ അതൊക്കെ ഞങ്ങളുടെ കുട്ടിക്കാലത്തിൻ്റെ ചെറിയ ചെറിയ ഓർമ്മകളാണ്. അത് എനിക്ക് തോന്നുന്നു നമ്മളുടെ ഒരു അവബോധ മനസ്സിലത് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ധിക്കരിച്ചു കൊണ്ടുള്ളൊരു ജീവിതം നമുക്ക് അസാധ്യമായ കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ ഒരു സമ്പന്നമായുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഓർക്കാറില്ല. അതാണ് ചില ആളുകൾ ഇപ്പോൾ വിമർശിച്ച് പറയുമല്ലോ, അദ്ദേഹത്തിന് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് അറിയാത്തതുകൊണ്ടാണ്. അതുകൊണ്ടല്ല, അങ്ങനെ ഒരു ഫിനാൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ശരിക്കും ഫിനാൻസ് മാനേജ് അറിയില്ല. ഫിനാൻസ് മാനേജ്മെൻറ്റ് അറിയണമെങ്കിൽ ഫിനാൻസ് വെറും കച്ചവടക്കാരനായി മാറണം. അപ്പോൾ എൻ്റെ എല്ലാ കച്ചവടവും പിന്നെ എല്ലാം നഷ്ടക്കച്ചവടമാണ്. കാരണം അത് അറിയുമെങ്കിൽ ഇപ്പോൾ പുസ്തകശാല, ഞാൻ 25 വർഷമായി. അപ്പോൾ DCA പോലൊരു പുസ്തകശാലയുണ്ട്, നമ്മളൊരു പുസ്തകശാലയുണ്ട്. ആ പുസ്തകശാല അങ്ങനെ പോവുള്ളൂ. അതേപോലെ തന്നെ പിന്നെ ഞാൻ ഒരു ഹോസ്പിറ്റൽ ഒരു വാടക കെട്ടിടത്തിൽ നടത്തുന്നു. കാരണം ഡോക്ടറായതുകൊണ്ട് നമ്മൾക്ക്, എൻ്റെ പിതാവ് ഞാൻ ഡോക്ടറാവണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ട് ആ ഒരു ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി ഒരു വാടക കെട്ടിടത്തിൽ വളാഞ്ചേരിയിൽ, നമുക്ക് എത്താൻ പോലും പറ്റാത്ത സ്ഥലമാണ്, അവിടെ നടത്തുന്നുണ്ട്. പക്ഷേ അവിടെ വരുന്ന രോഗികളോട് ഒരു മുതലാളി എന്നുള്ള നിലയ്ക്ക് നമുക്ക് പെരുമാറാൻ പറ്റില്ല. അവർ വല്ലാത്ത അവസ്ഥയിലാണെങ്കിൽ സഹായിക്കുക, ഒരു സൗജന്യമായി ചികിത്സിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതൊരിക്കലും ലാഭകരമായി വരില്ല. അപ്പോൾ MK മുനീർ എന്ന് പറയുന്ന വ്യക്തി നടത്തുന്ന കച്ചവടങ്ങളൊന്നും ലാഭകരമായി കാണുന്നില്ല. പക്ഷേ നിങ്ങൾ പറഞ്ഞല്ലോ, ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള ഒരു പിന്തുണ എന്ന് പറയുന്നത്, അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കാലം നടത്തിയ പൊതുപ്രവർത്തനം വൃഥാവിലായിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു സ്നേഹത്തിൻ്റെ പിന്നെ അവർ പിന്നെ ഞാൻ മത്സരിക്കേണ്ട എന്ന് പറഞ്ഞു. അതും ഞാൻ ഉദ്ദേശിക്കുന്നത് സതുദ്ദേശത്തോടു കൂടിയാണ്. അദ്ദേഹം രോഗത്തിലാണ്, അപ്പോൾ അദ്ദേഹത്തിന് വിശ്രമമാണ് ആവശ്യമെന്ന് തോന്നുന്നതും ഒരു സതുദ്ദേശമല്ലേ. മത്സരിക്കേണ്ടെന്ന് പറയുന്ന ആളുകളെല്ലാം പറഞ്ഞ്, ഇപ്പം നമ്മൾ മാധ്യമപ്രവർത്തകരാണല്ലോ, നമ്മളോടും ചില ആളുകൾ വിളിച്ച് പറയാറുണ്ട് മുനീർ സാഹിബ് മത്സരിക്കേണ്ടതുണ്ടോ. അത് അവരാരും അങ്ങേ വേറെ അർത്ഥത്തിലല്ല പറയുന്നത്, അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, മാറി നിൽക്കണം. ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണ്ണയം ബന്ധപ്പെട്ടുകൊണ്ട് സാദിഖലി തങ്ങൾ എല്ലാവരെയും കേട്ടു. അങ്ങനെയാണ് ആദ്യം വിളിച്ച് കേട്ടത്. അദ്ദേഹത്തോട് എന്താണ് പറഞ്ഞത്? അല്ല, അത് ഞാൻ എൻ്റെ അവസ്ഥ അദ്ദേഹത്തിനാണല്ലോ എന്നേക്കാൾ കൂടുതലായിട്ട് അറിയാം. അപ്പം അദ്ദേഹം അത് ചേർത്ത് പിടിച്ച് തന്നെയാണ്. കാരണം അപ്പം ഞാൻ എടുത്ത നിലപാട് അത് തന്നെയാണ്. തങ്ങൾ എന്ത് തീരുമാനിക്കുന്നു ഞാൻ ആയിട്ട് പറയില്ല. പുറത്ത് ഞാൻ മത്സരിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് പോലും എനിക്കൊരു ധിക്കാരായിട്ടാണ് തോന്നുന്നത്. ഞാൻ മത്സരിക്കുന്നുണ്ട് എന്ന് പറയുന്നതും ധിക്കാരാണ്. അതോ ഇല്ല എന്ന് തീരുമാനിക്കേണ്ടതും ഉണ്ട് എന്ന് തീരുമാനിക്കേണ്ടതും നേതൃത്വമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തങ്ങൾ എന്ത് തീരുമാനിച്ചാലും പ്രശ്നം. അപ്പോൾ അവർക്കൊക്കെ വലിയ വിഷമത്തിലാണ് അവരൊരു തീരുമാനം എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്നോട് വിളിച്ച് വീണ്ടും വീണ്ടും പറഞ്ഞ് നമുക്ക് വേറെ മാർഗങ്ങൾ, ഞാൻ അതൊന്നും തങ്ങളിപ്പോൾ ആലോചിക്കേണ്ട. തങ്ങൾ ആരൊക്കെയാണ് നിർത്തേണ്ടത് എന്നുള്ളതായിരിക്കും. അവർക്ക് വേണ്ടി ഞാനുണ്ടാവും. ആ പ്രഖ്യാപനം കഴിഞ്ഞുകൊണ്ട് ഞാൻ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ കൂടെ ഉണ്ടാവും. കാരണം അതല്ലാതെ പിന്നെ എനിക്ക് ഈ എന്നെ പിന്നെ വളർത്തി വലുതാക്കിയ പാർട്ടി എനിക്ക് 30 വർഷത്തിന് ശേഷം വീണ്ടും പിന്നെ ഒരു നിയമസഭാ സാമാജികനായ അവസരം നൽകിയില്ല എന്നുള്ള നിലക്ക് കലഹിക്കുകയെ. അതോടുകൂടി നമ്മൾ ഇത്രയും കാലത്തെ ജീവിതം, പൊതുപ്രവർത്തന ജീവിതം അതോടുകൂടി പിന്നെ അസാധുവായി പോയില്ലേ. അല്ല, ഞാനത് പറഞ്ഞപ്പോഴാണ്, കലഹത്തിന്റെ കാലമാണ്. ഇപ്പം ഏറെക്കാലം MLA-മാരായിരുന്ന ആളുകളാണ് പാർട്ടി വിട്ട് മറ്റൊരു മുന്നണിയിലേക്ക് പോകുന്നതും സ്ഥാനാർത്ഥികളാകുന്നതും. അല്ല, അതിനൊന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ല. അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമായിട്ടാണ്. അവർക്ക് അവരുടെ മനസ്സിൽ എന്താണുള്ളത് എന്ന് എനിക്ക് പറയാൻ പറ്റും. എൻ്റെ മനസ്സിലുള്ളതാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഈ പാർട്ടി എന്ന് പറയുന്നത് ജീവവായുവാണ്. പിന്നെ ഒരു കാര്യം ഉറപ്പാണല്ലോ, ഈ പാർട്ടിയിൽ തന്നെ എനിക്ക് പ്രവർത്തിക്കാനും പാർട്ടിയിൽ അവസാന ശ്വാസം വരെ നിൽക്കാനുമുള്ള എൻ്റെ അവകാശം നിഷേധിക്കപ്പെടില്ല എന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ടല്ലോ. അതുള്ള കാലത്തോളം പിന്നെ നമ്മൾ മറ്റ് പദവികളൊക്കെ
ലക്ഷ്യമല്ല, ലക്ഷ്യത്തിലേക്കുള്ള മാർഗം മാത്രമാണ്. അത് വാപ്പ എപ്പോഴും പറയും. നമ്മുടെ അന്തിമ ലക്ഷ്യമെന്ന് പറയുന്നത് മന്ത്രിയാവുക, MLA ആവുക എന്നുള്ളതല്ല. നമ്മൾ അന്തിമ ലക്ഷ്യത്തിലേക്ക്, അത് പാർട്ടിയെ വളർത്തി വലുതാക്കി അതിനെ ഒരു ചോദ്യം ചെയ്യപ്പെടാത്ത പ്രസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ അതിൻ്റെ വഴികളിൽ കിട്ടുന്ന ഇരിപ്പിടങ്ങൾ മാത്രമാണ് നമ്മൾ ചുമട് താങ്ങി എന്നൊക്കെ പറയുന്ന സാധനമില്ലേ, അതുപോലെയുള്ള ചുമട് താങ്ങികൾ മാത്രമാണ് MLA പദവിയും മന്ത്രി പദവിയും എന്നാണ് വാപ്പ നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് രാജിവെക്കാൻ പറയുമ്പോഴേക്കും അദ്ദേഹം രാജിവെക്കും. മന്ത്രിയായിക്കൊണ്ടിരിക്കുമ്പോൾ രാജിവെച്ച് പാർലമെൻറ്റിലേക്ക് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം രാജിവെച്ച് പോകും. സ്പീക്കറായിരിക്കുന്ന സമയത്ത് ബാഫക്കി തങ്ങൾ പറഞ്ഞു നാളെ രാജിവെക്കണം. അപ്പോൾ വാപ്പ നൽകിയ മറുപടി, ബാഫക്കി തങ്ങൾ അങ്ങ് രാജിവെക്കുമെന്ന് പറഞ്ഞതോടുകൂടി ഞാൻ സ്പീക്കറല്ല ഇപ്പോൾ. ഒരു തർക്കവുമില്ല. പിന്നെ ഇല്ല, ഞാൻ വണ്ടി കയറുകയാണ്, പിറ്റേ ദിവസം രാവിലെ ഇവിടെ എത്താണ്. അപ്പോൾ അങ്ങനെ കണ്ട് വളർന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ നമ്മൾ നിൽക്കുന്ന സമയത്ത് രാജിവെക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജിവെച്ചല്ലേ പറ്റൂ. അത് എൻ്റെ സ്വന്തം കഴിവുകൊണ്ടും എൻ്റെ പ്രകടനം കൊണ്ടൊക്കെയാണ് ഞാൻ ഈ പദവിയിലൊക്കെ എത്തിയതെന്ന് നമ്മൾ അഹങ്കരിച്ചാൽ തീർന്നില്ലേ. അതുകൊണ്ട് അപ്പോൾ എപ്പോഴും പറയാറുണ്ട്, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടാകുമ്പോൾ CH മുഹമ്മദ് കോയ ഉണ്ട്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ CH മുഹമ്മദ് കോയ വട്ടപൂജ്യമാണ്. ഞാൻ അങ്ങോട്ട് അടുത്തൊരു ചോദ്യം ചോദിക്കുന്നത്, സ്ഥാനാർത്ഥിയാക്കാത്തതിൽ വിഷമം ഉണ്ടായിരുന്നോ എന്നായിരുന്നു സത്യത്തിൽ ചോദിക്കാൻ വിചാരിച്ചിരുന്നത്. ഇപ്പോൾ ഇത് പറയുമ്പോൾ ആ ചോദ്യം ചോദിക്കുന്നതിൻ്റെ വലിയ പ്രാധാന്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, അതിൽ വിഷമമില്ലല്ലോ. വിഷമമുണ്ടെങ്കിൽ നമുക്ക് അതും വിഷമിച്ചിരിക്കാനല്ലേ നേരം ഉണ്ടാവുള്ളൂ. നമുക്ക് ലൈഫ് എന്ന് പറയുന്നത് ഒരു പോയിന്റിൽ നിർത്തി വെക്കേണ്ടതല്ലല്ലോ. പ്രയാണം എന്ന് പറയുന്നത്, ഞാൻ MLA അല്ലാതെ 5 വർഷം ഉണ്ടായിട്ടുണ്ട്. മങ്കട മത്സരിച്ചപ്പോൾ ഞാൻ പരാജയപ്പെട്ടു. 5 വർഷം ഒന്നുമല്ലാതെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ എനിക്കും MLA അല്ലാതെ ഇരുന്നാലും എങ്ങനെ മുന്നോട്ട് പോകാമെന്നുള്ളത് ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ എന്തിനാ ഇവിടെ ഞാൻ അറച്ചു നിൽക്കേണ്ട ആവശ്യമില്ല. ഇനി മറ്റുള്ളവരെ ജയിപ്പിക്കുക എന്നുള്ള ദൗത്യം ഏറ്റെടുക്കുക. അത് പാർട്ടി പറഞ്ഞിരിക്കുന്നു, നീ മറ്റുള്ളവരുടെ വിജയത്തിന് വേണ്ടി കൂടെ നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിൽക്കുക എന്നുള്ളതാണ്. പിന്നെ അപ്പം പിന്നെ നമുക്ക് ആരോഗ്യം നല്ല പ്രശ്നമായി അത് ഊർജ്ജമാണ്. എപ്പോഴും നമുക്ക് ഊർജ്ജമാണല്ലോ ആവശ്യം. ഈ വാർത്ത വന്നതിന് ശേഷം അപ്രതീക്ഷിതമായിട്ട് ഇപ്പം പാർട്ടിയുടെ പിന്തുണ എന്തായാലും ഉണ്ട്, പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ വിളിച്ച് പിന്തുണ അറിയിക്കുകയും വിഷമിക്കേണ്ടെന്നൊക്കെ പറയുകയും ചെയ്തു. അപ്രതീക്ഷിതമായിട്ട് ആരെങ്കിലും വിളിക്കുകയോ? എല്ലാവരും വിളിക്കുന്നുണ്ട്. എല്ലാവരും പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ 10,000 രൂപയേ ഉള്ളൂ, അല്ലെങ്കിൽ എനിക്കൊരു ഒരു തിരുവനന്തപുരത്ത് നിന്ന് എനിക്ക് പരിചയമില്ലാത്തൊരു ഹിന്ദു സഹോദരൻ, കൊല്ലത്തുകാരനാണ്. പുള്ളി പറഞ്ഞു, എനിക്ക് റോഡ് സൈഡിലൊരു സ്ഥലമുണ്ട്, ഞാനത് വിറ്റാൽ എനിക്ക് 20 ലക്ഷം രൂപ കിട്ടും, അത് ഞാനതിലിടട്ടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അതൊന്നും ചെയ്യേണ്ട ഒരു സമയമല്ല ഇത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളങ്ങനെ പറഞ്ഞല്ലോ, അതൊരു പ്രാർത്ഥനയായി ഞാൻ എടുക്കുകയാണ്. പിന്നെ എൻ്റെ സഹപാഠികൾ മുഴുവൻ വട്ടം കൂടി ഇരുന്നുകൊണ്ട് തീരുമാനിക്കുകയാണ്, നമ്മളെല്ലാവരും കൂടി അവനെ സഹായിക്കണം. ലണ്ടനിൽ നിന്നൊക്കെ ആളുകൾ, എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ, ഒന്നും എനിക്ക് വേണ്ടി നിൽക്കാൻ എനിക്ക് ആദ്യത്തെ പ്രയോറിറ്റി എന്ന് പറയുന്ന പാർട്ടിയാണ്. അപ്പോൾ പാർട്ടി എന്താണ് പറയുന്നത് കേട്ടിട്ടേ ഞാൻ, കാരണം പാർട്ടി വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ പാർട്ടി എന്താ പറയുന്നത് കേട്ടിട്ട് ചെയ്യും. അപ്പോൾ വ്യക്തികൾ വിളിച്ചിട്ടുണ്ട് ധാരാളം, പല ആളുകളും ദുബായിൽ നിന്നും മറ്റും. നേതാക്കന്മാരുണ്ടോ അതിൽ? ഇപ്പോൾ മറ്റു പാർട്ടി, ഇപ്പം അങ്ങ് ഇപ്പം പിണറായിയൊക്കെ ആയിട്ടാണെങ്കിലും രാഷ്ട്രീയത്തിൽ വിദ്യുത് ധ്രുവങ്ങളാണെങ്കിലും മറ്റ് പാർട്ടിയിൽ നിന്നുള്ള ആളുകൾ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ഉണ്ടാകാം അവരുടെ ഉള്ളിൽ, പക്ഷേ ആ സമയത്ത് അവർക്കത് പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ നമ്മുടെ തന്നെ ഇതിൽ സമ്പന്നരായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ പറഞ്ഞ് മുഴുവൻ ഞങ്ങൾ നോക്കിക്കോളാമെന്ന്. ഞാൻ പറഞ്ഞു, അത് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം, ഇപ്പം നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അത്രേ ഉള്ളൂ.